എല്ലാവർക്കും മറ്റൊരു സുന്ദരമായിട്ടുള്ള പോഡ്കാസ്റ്റ് വീട്ടിലേക്ക് സ്വാഗതം. ഓക്കെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഗ്രോത്ത് മൈൻഡ് സെറ്റ് മലയാളത്തിലെ അതിരുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. പോഡ്കാസ്റ്റ് ആയിക്കോട്ടെ, മോട്ടിവേഷൻ ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതുപോലെ ചെയ്യാത്തൊരു കാര്യമാണ് സ്പെഷ്യൽ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതൊരു കാറ്റഗറി മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടല്ല, എല്ലാ കാറ്റഗറിക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ സ്പെഷ്യൽ പോഡ്കാസ്റ്റിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരു ഗ്രോത്തിൽ എത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലോട്ട് ഉദ്ദേശിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്കെല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ചെറിയൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ തളരുന്നത്. ഇപ്പോൾ ഞാനായിക്കോട്ടെ, എൻ്റെ ചാനലിന് വ്യൂസ് വളരെ വളരെ കുറവാണ്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ടിട്ട് പോയിട്ടും എനിക്ക് ഒരിക്കലും വ്യൂസ് കിട്ടുന്നില്ല. ഞാൻ തളർന്നു കഴിഞ്ഞാൽ എത്ര നാൾ ചെയ്തൊരു കാര്യം വേസ്റ്റ് ആവുമെന്നത് കൊണ്ട് ഞാൻ കൃത്യമായിട്ട് പിടിച്ചു നിൽക്കുന്നു, വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാത്തവർ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കി ഏറ്റവും വലിയ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരാജയങ്ങൾ എപ്പോഴും നമുക്ക് ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കാനുള്ളതാണ്. ഓക്കെ, ഒരിക്കലും നമുക്ക് പരാജയം ഒന്നും ഇട്ടോളാനുള്ള കാര്യമില്ല. അള്ളിപ്പിടിച്ച് നിൽക്കാൻ പറയുമ്പോൾ പിടിച്ചു നിൽക്കുക, ഞാൻ ജയിച്ചിട്ടേ അടങ്ങൂ എന്ന് പറഞ്ഞ വാശിയോടുകൂടി പിടിച്ച് നിൽക്കാനുള്ളതാണ് ഈ പറഞ്ഞ പരാജയങ്ങൾ. ഓക്കെ, പരാജയം വന്നാൽ അങ്ങനെ നിൽക്കുന്നതാണ്. ഓക്കെ, ജയിച്ചിട്ട് ഞാൻ അടങ്ങൂ എന്നുള്ളൊരു വാശി അവിടെ ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്താണ് നിങ്ങളുടെ ലവിലും നിങ്ങൾ ചെയ്യുന്ന പല ഡ്രീംസിൻ്റെയും നിങ്ങൾ ചെയ്യുന്ന പല വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുടെയും തകർച്ചക്കുള്ള കാരണം എന്ന് പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻ ഉണ്ടാവും. എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് മാത്രം നിങ്ങൾക്ക് അറിയില്ല. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് പറഞ്ഞത്. ഓക്കെ, കൃത്യമായിട്ട് സ്ട്രാറ്റജി ഉണ്ടായിരിക്കും, പക്ഷേ സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ ഒരു ഉപകാരം ഉണ്ടില്ല എന്നാണ്. ഓക്കെ, മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അതായത് ഈ സ്ട്രാറ്റജി കൊണ്ട് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുവാനായിട്ട് നമ്മുടെ ചാനലിൽ ഓരോ വീഡിയോസും എടുത്ത് കാണുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പം ഇനി വരാൻ പോകുന്ന വീഡിയോ കുറച്ച് എനർജറ്റിക് ആയിട്ട് നിങ്ങൾ ചാടി നിൽക്കുന്ന സാധനങ്ങളായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വാച്ച് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ പോഡ്കാസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഊർജ്ജം പകരുന്നത് എനിക്ക് ഉറപ്പാണ്. കുറച്ചൊരു കാര്യം പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. അതായത് ഞാൻ പോഡ്കാസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് വ്യക്തികൾ എന്താ പറയുക കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോശമാണ്, ഈ കണ്ടന്റ് മാറ്റണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പം എനിക്ക് പോലും വീട്ടിൽ നിന്ന് പോലും ഇത്തരം കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ ഇത് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഓഡിയൻസ് വാച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, അതുപോലെ മോട്ടിവേഷൻ്റെ സമയത്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ കൂടെ ആരുണ്ടാലും ഇല്ലെങ്കിലും നമ്മൾ മാത്രമേ അവസാന കാലത്ത് ഉണ്ടാവുള്ളൂ. ആ തിരിച്ചറിവ് എന്ന് വരുന്നോ അന്ന് മാത്രമേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. അല്ലാതെ അവരെൻ്റെ കൂടെ ഉണ്ടാവും, ഇവരുടെ കൂടെ ഉണ്ടാവുന്ന പോലെ വെറും പാഴ്വാക്ക് മാത്രമാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒളിച്ചോട്ടം കഥ. ആരുടെയാണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ ആരും എപ്പോഴും ടച്ച് പോകാം, ലവിൽ മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, എന്ത് കാര്യത്തിലായിക്കോട്ടെ, അവസാനം നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു റിയാലിറ്റി എന്ന് മനസ്സിലാക്കിയാൽ അന്ന് നിങ്ങൾക്ക് വിജയിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തളർന്നതിനെ കോലിരിക്കാതെ മാത്രം. ഓക്കെ, എപ്പോഴും തന്നെ എനർജി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പരാജയങ്ങൾ വരാം, ആ പരാജയങ്ങളെ തിരുത്തി കുറിക്കാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. ഇതില്ല, നിങ്ങൾക്ക് അത്ര അനുഭവം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടാലും കണ്ടില്ലെങ്കിൽ യാതൊരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, അതായത് നമ്മൾ ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ കൈയടിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ കളിക്കുന്നവൻ്റെ മാനസികാവസ്ഥ അറിയാം. ഒരിക്കലും ഗ്രൗണ്ടിൽ നിന്ന് കളി കാണുന്നവന് മാനസികാവസ്ഥ അറിയില്ല. അവന് പലതും പറയാൻ പറ്റും, പക്ഷെ അവനെ കളിക്കാനും പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ചുറ്റും ഒരുപാട് നെഗറ്റിവിറ്റിയും കാര്യങ്ങളുണ്ടാവും, ഫെയിലിയേഴ്സ് ഉണ്ടായിരിക്കും, തളർന്നു പോവാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് വിജയിക്കാനുള്ള ഒരു ഊർജ്ജം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ലവിലായിക്കോട്ടെ, ഡ്രീംസിലായിക്കോട്ടെ, നിങ്ങൾ ചെയ്ത സ്പെഷ്യലായിട്ട് പല കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് വിജയം ഉറപ്പാണെന്നുള്ളതാണ്. ഓക്കെ, സീ യു അഗെയിൻ. നമുക്ക് വീണ്ടും കാണാം.
വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.